എല്ലാവരെയും സ്വാഗതം ചെയ്യണം. വിവാഹശേഷം ഭർത്താവ് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിൽ താമസിക്കണം. കാരണം എന്റെ മകൻ ഒരു പുതിയ അവകാശി വന്നിരിക്കുന്നു എന്ന തോന്നൽ പെട്ടെന്നുണ്ടാകും. എല്ലാവർക്കും സ്വാഗതം. മെസ്സേജ് അയക്കുമ്പോൾ നല്ല ഫ്രണ്ട്ലിയും തമാശക്കാരനും ഒക്കെ ആയിരിക്കും. എന്നാൽ നേരിട്ട് കണ്ടാലോ നല്ല നാണം കുണുങ്ങിയും. അവരാണ് ടെക്സ്ട്രോവേർട്സ്. Remember when you criticize your wife in front of others. When you tell your friends and neighbors, oh, she's not good, there's no peace at home. പക്ഷേ യഥാർത്ഥത്തിൽ ഭാര്യമാർ അരികിലുണ്ടായിട്ടും അവരെ തിരിഞ്ഞു നോക്കാത്ത പല പുരുഷന്മാരും നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാവർക്കും സ്വാഗതം. വിവാഹത്തിന് മുമ്പ് തന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ രാത്രി സമയങ്ങളിൽ മുഴുവൻ സമയവും കെട്ടിപ്പിടിച്ച് ഉറങ്ങണമെന്ന് ചിന്തിക്കുന്നവരാണ് പല പുരുഷന്മാരും. എല്ലാവർക്കും സ്വാഗതം. ഭാര്യയ്ക്ക് തന്റെ ബാല്യകാല സഖിയുമായി പ്രണയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഭർത്താവ് അവരെ വിവാഹം കഴിപ്പിച്ചു. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഫോൺ എടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കം. വാട്സപ്പ് കാമുകനെ വിളിച്ച് മറ്റൊരു യുവാവിനൊപ്പം ഒളിച്ചോടി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച രോഗി രക്തം വാർന്നു മരിച്ചു. ഡോക്ടർമാർ ഡ്യൂട്ടിയിൽ ഉറങ്ങിപ്പോയതാണ് മരണകാരണം. വേട്ടക്കാരനെതിരെയുള്ള കേസ്. പരാതിക്കാരിക്കെതിരായ സൈബർ ആക്രമണം. നിരവധി പേർ വീട്ടിൽ അതിക്രമിച്ചു കയറിയത്. സംരക്ഷണം തേടുന്നത്. ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്നിവയെക്കുറിച്ച് സ്വാഗതം എല്ലാവർക്കും. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ന് പ്രധാന വാർത്തകൾ കണ്ടപ്പോൾ സുഹൃത്ത് സംസാരിക്കാത്തതിനെ തുടർന്ന് യുവാവ് രാത്രി വീട്ടിൽ വെച്ച് സുഹൃത്തിനെ കുത്തിക്കൊന്നു. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്ത. കേരളത്തിൽ സ്കൂൾ അവധിക്കാലം ചൂടുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്ത. ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റൽ ഭക്ഷണത്തിൽ പഴുതാര കണ്ട സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ക്ലാസ്സിൽ ലേറ്റ് ആയെന്ന് എന്നെ കേട്ടിയില്ല. ഞാൻ ആ കോളേജ് ബെൽ അടിച്ചു മാറ്റി. Late for class, didn't let me in. Stole the college bell and returned it to my classmates 28 years later for their reunion. ബ്രസീൽ യുവതിക്ക് ജനിച്ചത് ഇരട്ട കുട്ടികൾ. എന്നാൽ രണ്ട് കുഞ്ഞുങ്ങൾക്കും രണ്ട് അച്ഛന്മാർ. വളരെ അപൂർവമായി സംഭവിക്കുന്ന മെഡിക്കൽ പ്രതിഭാസമാണിത്. ഹെറ്ററോപറ്റേണൽ സൂപ്പർഫെക്കൻഡേഷൻ എന്നത്. If you cry, it's defeat. If you smile, it's ridicule. If you speak, it's a quarrel. So what is right?